ചർച്ചയിൽ ചേരുകയാണ് അഡ്വക്കേറ്റ് ബി.എൻ. ഹസ്കർ. ഇതിലിപ്പോൾ പ്രത്യക്ഷമായിട്ടും ഇതൊരു രേഖകൾ വെച്ചുള്ള കളിയാണ്. രേഖകൾ കൃത്യമായിട്ട് പുറത്തു വന്നതുകൊണ്ടാണ് ഈ ആരോപണം വന്നത്. ഇത് ആരോപണമല്ല, ഇത് തെളിവ് സഹിതമുള്ള കാര്യമാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു നേതാവ് വന്നിട്ട് ഇന്ന കാര്യം ചെയ്തു മുഖ്യമന്ത്രിയുടെ മകൾ എന്ന് പറയുകയല്ല ഉണ്ടായത്. പ്രത്യക്ഷത്തിൽ തെളിവുള്ളതാണ്. അതുകൊണ്ട് തന്നെ കോടതിക്ക് മുന്നിൽ വരുമ്പോഴും ഈ അന്വേഷണത്തിന് തടസ്സം നിൽക്കാൻ കോടതികൾക്ക് കഴിയില്ല. എത്രയൊക്കെ വാദമാണ് തടസ്സവാദമായിട്ട് ഉന്നയിച്ചത് എക്സാലോജിക്കിന്റെ അഭിഭാഷകൻ, പക്ഷേ കോടതി ഒന്നും അംഗീകരിച്ചിട്ടില്ല എന്നതിനുള്ള പ്രത്യക്ഷ തെളിവാണ് ഇന്നത്തെ ഉത്തരവ്, ഒറ്റവാചകത്തിലുള്ള ഉത്തരവ്. വിധിപ്പകർപ്പ് കിട്ടിയാൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. അതിന് നാളെ വരെ കാത്തിരിക്കേണ്ടിയും വരും. ഇപ്പോൾ CPM ഉയർത്തി എല്ലാ പ്രതിരോധങ്ങളെയും തകർക്കുന്ന രീതിയിലായിപ്പോയല്ലോ ഇന്നത്തെ കർണാടക ഹൈക്കോടതിയുടെ ഉത്തരവ്. ആനന്ദ് കൊച്ചുകൂടി പറഞ്ഞതുപോലെ ധാർമ്മികത ഒരു ഘടകമാണെങ്കിൽ മുഖ്യമന്ത്രി ആ സ്ഥാനത്തിരുന്നു കൊണ്ട് മുഖ്യമന്ത്രിയുടെ മകൾ ഇങ്ങനെ ഒരു അന്വേഷണം നേരിടുന്നത് ശരിയല്ല. CPM-ന്റെ ഒരു നയം വെച്ച് നോക്കുമ്പോൾ മറ്റു പാർട്ടികളുടെ കാര്യം ഞാൻ പറയുന്നില്ല. മഞ്ജുഷ, ഇതില് അഡ്മിനിസ്ട്രേറ്റീവ് നിയമത്തില് ഡോക്ടർ ഓഫ് പ്രൊപ്പോർഷണാലിറ്റി എന്ന് പറഞ്ഞൊരു പ്രിൻസിപ്പിൾ ഉണ്ട്. ആ പ്രിൻസിപ്പിൾ ഇങ്ങനെയാണ് അത് വ്യാഖ്യാനിക്കാൻ കഴിയുക: ഭരണപരമായ പ്രവർത്തനം ആഗ്രഹിച്ച ഫലങ്ങൾ നേടുന്നതിനെ വേണ്ടിയുള്ള ആഗ്രഹത്തെക്കാൾ കൂടുതലാകരുത്. ഇവിടെ ഡോക്ടർ ഓഫ് പ്രൊപ്പോർഷണാലിറ്റി പോലും ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വേണം നാം കരുതാൻ. നമുക്ക് ഭരണപരമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആഗ്രഹം ഉണ്ടാവേണ്ടതുണ്ട്. പക്ഷേ ആ ആഗ്രഹം അതിന്റെ ഫലത്തേക്കാൾ കൂടുതലുള്ള ആഗ്രഹമായി മാറരുത് എന്നുള്ളതാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. കാരണം നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത്, വിമർശകർ ലക്ഷ്യം വെക്കുന്നത് സഖാവ് പിണറായി വിജയനെയാണ്. ഇവിടെ 1.72 കോടി രൂപയുടെ ഒരു കമ്പനി മറ്റൊരു കമ്പനിക്ക് നൽകിയിരിക്കുന്നു. അതിന്റെ നിയമപരമായ പ്രശ്നം നമുക്ക് പരിഹരിക്കാം. ആ നിയമപരമായ പ്രശ്നത്തെ സംബന്ധിച്ചാണ് ഇന്ന് ബഹുമാനപ്പെട്ട കർണാടക ഹൈക്കോടതിയിൽ ജസ്റ്റിസ് നാഗരാജൻ പ്രസന്നയുടെ ഉത്തരവ് വന്നിട്ടുള്ളത്. ആ ഉത്തരവ് ഒരു സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് മാത്രമാണ്. ഇനി ഡിവിഷൻ ബെഞ്ചും മറ്റുപരി കോടതികളും ഒക്കെ നിലവിലുണ്ട്. അത് എക്സാലോജിക്ക് എടുക്കേണ്ട തീരുമാനമാണ്, അല്ലെങ്കിൽ വീണ തൈക്കണ്ടി എടുക്കേണ്ട തീരുമാനമാണ്. അവർക്ക് വീണ്ടും കർണാടക ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ പോകണോ അതോ വീണ്ടും അത് കഴിഞ്ഞ് സുപ്രീം കോടതിയിൽ പോകണോ എന്നുള്ളതൊക്കെ അവർക്ക് തീരുമാനിക്കാവുന്ന അവരുടെ സ്വാതന്ത്ര്യത്തെ മാത്രം നിൽക്കുന്നതാണ്. നമുക്കറിയാം, കർത്തയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട് CMRലുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വിവാദപരമായിട്ടുള്ള ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് മുമ്പാകെ വന്നിട്ടുള്ള സെറ്റിൽമെന്റ് ബോർഡിൽ വന്നിട്ടുള്ളത് 135 കോടി രൂപ തങ്ങളുടെ സ്ഥാപനം നടത്തുന്നതിനു വേണ്ടി കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർക്കും മാധ്യമങ്ങൾക്കും മാധ്യമ സ്ഥാപനങ്ങൾക്കും പൊതുപ്രവർത്തകർക്കും പരിസ്ഥിതി പ്രവർത്തകർക്കും ഉദ്യോഗസ്ഥ പ്രഭുക്കന്മാർക്കും നൽകി എന്നുള്ളതാണ്. ഇതൊരു ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റസമ്മതമാണ് എന്ന് നമുക്ക് എന്തുകൊണ്ട് ഇപ്പോഴും മനസ്സിലാകുന്നു. അല്ലാതെ ഈ 135 കോടിയുടെ അന്വേഷണമാണ് നടക്കുന്നത്, അല്ലാതെ 1.72 കോടിയുടെ അന്വേഷണം മാത്രമല്ല നടക്കുന്നത്. അത് ഞാനും സമ്മതിക്കുന്നു. കാരണം SFIO കോടതിയിൽ പറഞ്ഞു ഈ 1.72 കോടിയുടെ അന്വേഷണമാണ് നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഡിസ്മിസ് ചെയ്യിക്കാനാണല്ലോ എക്സാലോജിക്കിന്റെ അഭിഭാഷകൻ ശ്രമിച്ചത്. അപ്പോൾ SFIO പറഞ്ഞു അതിൽ ഒതുങ്ങുന്നതല്ല എന്ന്. അതുകൊണ്ട് ആ രീതിയിലുള്ള അന്വേഷണമാണ് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് വീണ വിജയനെ അതിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഈ ബാക്കിയുള്ളവരെ മാറ്റി നിർത്താൻ പറ്റുന്നത്? ഇത് CMRൽ നടത്തിയിട്ടുള്ള ഭീമമായ ക്രമക്കേട്, അതിൽ മുഖ്യമന്ത്രിയുടെ മകളും ഭാഗഭാക്കാകുന്നു. അതെന്തിനു വേണ്ടി ഇടപെടുന്നു? ഫേവർ കിട്ടുന്നതിന് വേണ്ടി. CMRൽ കമ്പനിക്ക് അനധികൃതമായി ഫേവർ കിട്ടുന്നതിന് വേണ്ടി. എന്താണ് ഫേവർ? കരിമണലാണ് അവിടുത്തെ ഫേവർ. അതിന് തടസ്സമില്ലാതെ വരുന്നതിന് വേണ്ടി ചെയ്തു കൊടുത്തുകൊണ്ടിരുന്ന കാര്യം. പണം കൊടുക്കുന്നു, സേവനം നൽകുന്നില്ല. ഇതാണ് സംഭവിച്ചത്. ഇതറിയാവുന്ന കാര്യമാണ്, രേഖകൾ സമർത്ഥിക്കുന്ന കാര്യമാണ്. മഞ്ജുഷ, ഞാൻ അങ്ങേപ്പോലുള്ള മാധ്യമ പ്രവർത്തകരോട് ആദ്യം വിയോജിക്കുന്നത് ഒരു കാര്യത്തിലാണ്. നിങ്ങൾ ഇപ്പോഴും ശ്രീമതി വീണ വിജയൻ എന്ന് ആവർത്തിച്ചു പറയുമ്പോൾ ഞാൻ എന്റെ അന്വേഷണത്തിലോ അങ്ങ് അന്വേഷിച്ചാലോ വീണയുടെ പേര് വീണ വിജയൻ എന്നല്ല, വീണ T എന്നാണ് ഔദ്യോഗിക നാമം, അല്ലെങ്കിൽ വീണ തായ്ക്കണ്ടി എന്നാണ് ഔദ്യോഗിക നാമം. നിങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് വീണ വിജയൻ എന്ന് പറയുന്നതിന്റെ പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ കേരളത്തിലെ പൊതുസമൂഹത്തിനാവും. അതിന്റെ പേരിന്റെ വാലറ്റത്തുള്ള വിജയനെയാണ് നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഞങ്ങൾ അന്വേഷിക്കുന്നു എന്നല്ല, മുഖ്യമന്ത്രിയുടെ കൈകൾ ശുദ്ധമായിരിക്കണം എന്ന് നാട്ടുകാരും ആഗ്രഹിക്കുന്ന കാര്യമാണ്, ജനങ്ങളും ആഗ്രഹിക്കുന്ന കാര്യമാണ്. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഈ അലിഗേഷൻ ഉണ്ടാകുമ്പോൾ ആ പേരെടുത്തവിടെ നിന്ന് മാറ്റിവെച്ചിട്ട് കാര്യമാകുന്നത് എങ്ങനെയാണ് ശ്രീ ബി.എൻ. ഹസ്കർ? ശരി, തൈക്കണ്ടിയിൽ എന്ന് പറയാം. ഞാനും മുൻപായി ഉത്തരവ് വായിക്കുമ്പോൾ ഞാൻ വീണ തൈക്കണ്ടിയിൽ എന്ന് തന്നെയാണ് വായിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ വീണ വിജയൻ എന്ന് പറയുമ്പോഴാണ് നാട്ടുകാർക്കും പെട്ടെന്ന് അറിയുവാൻ കഴിയുന്നത്. അതിലെന്താണ് തെറ്റുള്ളത്? മുഖ്യമന്ത്രിയുടെ കൈകൾ ശുദ്ധമാകണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾ നടത്തിയ ഈ ഇടപാട് അത് സത്യസന്ധമാണെന്ന് തെളിയണം. ഒരു അലിഗേഷൻ വരുമ്പോൾ അങ്ങനെയാണല്ലോ കാര്യങ്ങൾ. അങ്ങനെയല്ല,
കേരള ചരിത്രത്തിലെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരെ മുഴുവൻ നിങ്ങൾ പരിശോധിക്കൂ. സഖാവ് EMS തന്റെ സ്വന്തം സമ്പാദ്യങ്ങൾ, പൈതൃകമായി കിട്ടിയ സമ്പാദ്യമെല്ലാം പാർട്ടിക്കും പൊതുപ്രവർത്തനത്തിനും വേണ്ടി ചെലവഴിച്ച ആളാണെന്ന കാര്യത്തിൽ നിസ്സംശയം ആർക്കും എതിരഭിപ്രായം ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. സഖാവ് EMSനെതിരെ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ മകൾ ഡോക്ടർ മാലതിയുടെ MBBS അഡ്മിഷനുമായി ബന്ധപ്പെട്ട് അന്ന് കേരളത്തിലെ പ്രമുഖ മാധ്യമം സ്ഥാപനം ഒരു വാർത്ത പടച്ചുണ്ടാക്കി. ആ ഡോക്ടർ മാലതിക്ക് MBBS അഡ്മിഷൻ കിട്ടുന്നതിന് വേണ്ടി സഖാവ് EMS വഴിവിട്ട് പ്രവർത്തിച്ചു എന്നുള്ളതായിരുന്നു അന്നത്തെ വാർത്ത. അത് കഴിഞ്ഞാൽ കേരള ചരിത്രത്തിൽ സഖാവ് EK നയനാർ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് സഖാവ് EK നയനാരുടെ മരുമകനെ ചേർത്ത് കേരളത്തിലെ മുഴുവൻ മാധ്യമ സ്ഥാപനങ്ങളും അന്ന് വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു. കായംകുളം സ്പിരിറ്റ് ലോബി എന്നുള്ളത് അങ്ങ് ഇപ്പോ ഓർക്കുന്നുണ്ടാവും. ചരിത്രത്തിലേക്ക് മൺമുറഞ്ഞു പോയ സംഭവമാണ്. സഖാവ് EK നയനാരുടെ മരുമകനെ ചേർത്ത് അന്ന് വാർത്തകൾ സൃഷ്ടിച്ചത് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളുമാണ്. അത് കഴിഞ്ഞു അദ്ദേഹത്തിന്റെ മകനെ സംബന്ധിച്ച് വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു. അതിനുശേഷം വന്നിട്ടുള്ള സഖാവ് VS അച്യുതാനന്ദൻ കേരളത്തിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറായിരുന്ന സമയത്ത് VS അച്യുതാനന്ദന്റെ മകന് IHRDയിലെ ഡെപ്യൂട്ടി ഡയറക്ടർ സ്ഥാനം നൽകി എന്നുള്ളതിനെ സംബന്ധിച്ച് വലിയ ആക്ഷേപം ഉണ്ടായി. അതിനുശേഷം കയർ ഫണ്ടിന്റെ MD സ്ഥാനത്തേക്ക് VSന്റെ മകൻ വന്ന ഘട്ടത്തിൽ അത് ആരോപിച്ചുകൊണ്ട് വലിയ തരത്തിൽ വിവാദങ്ങൾ സൃഷ്ടിച്ചു. അതിനുശേഷം സഖാവ് പിണറായി വിജയനിലേക്ക് എത്തുമ്പോ ആ പിണറായി വിജയന്റെ മകൾക്കെതിരെ ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ വാർത്തകൾ സൃഷ്ടിക്കുന്നു. അപ്പോൾ അതിനിടയിൽ താങ്കൾ വിസ്മരിച്ചു പോകുന്ന മറ്റു മുഖ്യമന്ത്രിമാരുടെ കുടുംബങ്ങൾക്കെതിരെയും ഇങ്ങനെ ആരോപണം വന്നിട്ടുണ്ട്. അവരെല്ലാം ആരോപണത്തിന്റെ നിഴലിൽ വന്നിട്ടുണ്ട്. അവരെല്ലാം അതിൽ നിന്ന് പുറത്ത് കടക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും അവസാനം ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിലും അങ്ങനെയല്ലല്ലോ. നിങ്ങളുടെ കൈകൾ അക്കാര്യത്തിൽ ശുദ്ധമല്ല. നിങ്ങളാണല്ലോ ഏറ്റവും കൂടുതൽ ആരോപണം ഉന്നയിച്ചത് ഉമ്മൻചാണ്ടിക്കെതിരെ. അതെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ CM കാര്യം എടുത്തു പറയുമ്പോൾ അതിൽ ആരുടെ കൈകളാണ് ശുദ്ധമെന്ന് വെറുതെ ഒരു കമ്പാരിസൺ നടത്തി നോക്കൂ. ഇപ്പോൾ 2004 അനുമതി കിട്ടിയതാണ് കരിമണൽ ഖനനത്തിന് വേണ്ടി CM KREMLനും അവരുടെ പ്രൊമോട്ടറായ ആ അനുമതി ആ സമയത്ത് തന്നെ ഫ്രീസ് ചെയ്യപ്പെട്ടു. UDF സർക്കാർ കൊടുത്തു. UDF സർക്കാരിന്റെ കാലത്ത് തന്നെ ഫ്രീസ് ചെയ്തു. പിന്നെ വന്ന VS സർക്കാർ CM അനുകൂലമായിട്ട് ഒരു നടപടിയും എടുത്തില്ല. പക്ഷെ ദുരൂഹമാകുന്ന ഇടപാടുകൾ മുഴുവനും നടന്നത് 2016 2019 ഇടയ്ക്കാണ്. ഏറ്റവും ഒടുവിൽ വ്യവസായ മന്ത്രി P രാജീവ് പറയുകയാണ് 2020 തന്നെ ആ അനുമതി റദ്ദാക്കിയല്ലോ എന്ന്. ഞങ്ങളൊരു രേഖ പുറത്തുവിട്ടിരുന്നു 2023 ഡിസംബർ 18 എന്ന്. അപ്പോൾ ഈ പൊന്മുട്ടയിടുന്ന താറാവിനെ കൊല്ലാതെ വളർത്തിയത് ആരാണ്? 2016 മുതൽ 2019 വരെ ഇപ്പം ശരിയാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പണം വാങ്ങിയിരുന്ന ആ കാലം, CM നിന്ന് പണം വാങ്ങിയിരുന്ന ആ കാലം, അന്ന് CM ഈ അപേക്ഷകൾ ആരുടെ മുൻവശമായിരുന്നു? ആരുടെ മുന്നിലായിരുന്നു? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആയിരുന്നല്ലോ. ഒരിക്കലല്ല മഞ്ജുഷ്, ഇതിൽ ചരിത്രം അങ്ങ് പരിശോധിക്കും. 2004 AK ആന്റണി മന്ത്രിസഭയാണ് സ്വകാര്യ ഖനനത്തിന് അനുമതി നൽകിക്കൊണ്ട് ഒരു ഉത്തരവിറക്കുന്നത്. നമുക്കറിയാം, സ്വകാര്യ ഖനനത്തിന് ഏതെങ്കിലും സ്വകാര്യ വ്യക്തികൾക്ക് അനുമതി നൽകിക്കൊണ്ട് ഒരു ഉത്തരവിറക്കിയാൽ ആ ഉത്തരവ് റദ്ദ് ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ സ്ഥാപനത്തിന്, ആ വ്യക്തിക്ക് നിയമപരമായി അതിന്മേൽ നടപടിയെടുക്കുന്നതിനുള്ള അവകാശമുണ്ട്. ഇടതുപക്ഷത്തിന്റെ എല്ലാ കാലത്തെയും നയം സ്വകാര്യ മേഖലയിൽ കരിമണൽ ഖനനം നടത്തുന്നതിന് അനുമതി നൽകുന്നതിന് യോജിക്കുന്ന തരത്തിലായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ 2016 മുതൽ 2019 വരെ ആ കാത്തിരിപ്പ് എന്തിനു വേണ്ടിയായിരുന്നു? എന്തിന് AGയുടെ നിയമോപദേശത്തിന് വിട്ടു? എന്തിനാ അത് ക്യാൻസൽ ചെയ്യുന്നതിന് വേണ്ടി 2023 ഡിസംബർ 18 വരെ കാത്തിരുന്നു? എക്സാലോജിക്കും CM തമ്മിലുള്ള ഇടപാടിന്റെ ഉള്ളറ രഹസ്യങ്ങൾ മുഴുവനും പുറത്തു വന്ന് വിവാദമായി ആകെ നാശമായ സമയത്തല്ലേ ഈ അപേക്ഷ റദ്ദാക്കിയത്, ഈ അനുമതി റദ്ദാക്കിയത്, ഇനി കൊടുക്കേണ്ട എന്ന് തീരുമാനിച്ചത്? അപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ നയം എന്ന് പറയുന്നത് കരിമണൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മാത്രം, സ്വകാര്യ മേഖലയെ അവിടെ അനുവദിക്കാൻ പാടില്ല എന്ന് വ്യവസായ നയത്തിൽ പറയുന്നു. അതിനുമപ്പുറം കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് വരുന്നു, സ്വകാര്യ മേഖലയ്ക്ക് ഇതുവരെ കൊടുത്തിരിക്കുന്ന അപേക്ഷകളെല്ലാം റദ്ദാക്കണമെന്ന് 2019 ഫെബ്രുവരി മാർച്ചിൽ. എന്നിട്ടും എന്തിനായിരുന്നു ആ കാത്തിരിപ്പ്? അവിടെയാണ് ദുരൂഹത. ശ്രീ അഡ്വക്കേറ്റ് BN ഹസ്കർ, അതേ സമയത്ത് തന്നെയാണ് CM നിന്ന് എക്സാലോജിക്കും മുഖ്യമന്ത്രിയുടെ മകളും പണം കൈപ്പറ്റിക്കൊണ്ടിരുന്നത്. അതിനാണ് മറുപടി പറയേണ്ടത്. അതിനാണ് പൊതുസമൂഹത്തോട് മറുപടി പറയേണ്ടത്. സംസ്ഥാന സർക്കാരിന്റെ നയം പോലും മാറ്റിവെച്ചുകൊണ്ട് എന്തെല്ലാം സാധ്യതകളാണ് ആ സമയത്ത് പരിശോധിച്ചത്? മുഖ്യമന്ത്രി മറുപടി പറയണം. നിയമസഭയിൽ മറുപടി പറയാൻ അദ്ദേഹം തയ്യാറായില്ലല്ലോ. ഇങ്ങനെയൊരു
ഇങ്ങനെ അവിടെ ഉന്നയിക്കുവാനായിട്ട് പ്രതിപക്ഷം ശ്രമിച്ചപ്പോൾ പറ്റില്ലെന്നല്ലേ സ്പീക്കർ പറഞ്ഞത്? അതെന്തുകൊണ്ടാണ്? ആ ഒരു സംശയത്തിനുള്ള മറുപടിയാണ് പറയേണ്ടത് മുഖ്യമന്ത്രി. മഞ്ജുഷേ, നമുക്ക് ഇതിന്റെ ചരിത്രത്തിന്റെ നാൾവഴികളിലേക്ക് ഒന്ന് പോയേ മതിയാകും. 2004 സെപ്റ്റംബർ മാസം 14 തീയതിയാണ് CMRന് 4 ലീസ് കരാറുകൾ നൽകുന്നത്. ആ 4 ലീസ് കരാറുകൾ നൽകുന്നത് അന്ന് UDF ഭരിക്കുമ്പോൾ മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ AK ആന്റണി. അങ്ങ് പറഞ്ഞതുപോലെ 10 ദിവസം മാത്രമേ ആ കരാറിന് പ്രാബല്യമുണ്ടായിരുന്നു. 10 ദിവസം കഴിയുമ്പോൾ ആ കരാർ റദ്ദ് ചെയ്യപ്പെട്ടു. എന്തുകൊണ്ടാണ് ആ റദ്ദ് ചെയ്യപ്പെട്ടതെന്ന് അറിയാമോ? ആലപ്പാട്ടും അതുപോലുള്ള തീരദേശ മേഖലകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയിട്ടുള്ള വലിയ സമരം, ആ വലിയ സമരത്തെ തുടർന്നാണ് അങ്ങനെ ആ കരാറുകൾ റദ്ദ് ചെയ്യപ്പെടുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അതിനുശേഷം വന്നിട്ടുള്ള VS അച്യുതാനന്ദന്റെ ഗവൺമെന്റ്, ആ VS അച്യുതാനന്ദന്റെ ഗവൺമെന്റും ഈ കരാറിന് വിരുദ്ധമായി തന്നെയാണ് നിലപാടെടുത്തിട്ടുള്ളത്. അതിനുശേഷം CMRL കേന്ദ്ര മൈനിങ് ട്രിബ്യൂണലിൽ പോകുന്നു. സ്വാഭാവികമായും ഒരു സ്വകാര്യ ഖനനാനുമതി ലഭിക്കുന്ന ഒരു സ്ഥാപനത്തിന്, വ്യക്തിക്ക് കേന്ദ്ര മൈനിങ് ട്രിബ്യൂണലിൽ പോകുന്നതിനുള്ള അവകാശമുണ്ട്. അങ്ങനെ മൈനിങ് ട്രിബ്യൂണലിൽ പോകുമ്പോൾ സംസ്ഥാന സർക്കാർ റദ്ദ് ചെയ്തു എന്നുള്ളതിന്റെ കാരണം പറഞ്ഞുകൊണ്ട് കേന്ദ്ര മൈനിങ് ട്രിബ്യൂണൽ അത് തള്ളുന്നു. അതിനെ തുടർന്ന് അവർ കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിനെ സമീപിക്കുന്നു. സിംഗിൾ ബെഞ്ച് CMRന് അനുകൂലമായി ഉത്തരവിടുന്നു. അതിനെ തുടർന്ന് സംസ്ഥാന സർക്കാർ ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകുന്നു. ആ ഡിവിഷൻ ബെഞ്ചും സിംഗിൾ ബെഞ്ചിന്റെ അനുകൂലമായ വിധിക്ക് അനുകൂലമായി തന്നെ ഒരു നിലപാടെടുക്കുന്നു. അതിനുശേഷം സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ പോകുന്നു. സുപ്രീം കോടതിയും ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിനെ ഒരു തരത്തിലും ഇടപെടാനാകില്ല എന്ന അർത്ഥത്തിൽ CMRന് അനുകൂലമായിട്ട് ഒരു വിധി വരുന്നു. ആ വിധി വന്നതിനു ശേഷം 2019 മാർച്ച് മാസം 19 തീയതി കേന്ദ്ര സർക്കാരിൻ്റെതായിട്ടുള്ള അമെന്റ്മെന്റ്, നിയമത്തിലുള്ള അമെന്റ്മെന്റ് വരുന്നു. ആ അമെന്റ്മെന്റിന് ശേഷം കേന്ദ്ര സർക്കാർ ഒരു ഉത്തരവിറക്കുന്നു. ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ 2018 സംസ്ഥാന സർക്കാരിന്റെ 2018 സംസ്ഥാന സർക്കാരിന്റെ വ്യവസായ നയം അങ്ങ് പരിശോധിക്കൂ. ആ വ്യവസായ നയത്തിലും ഖനനം നൽകുന്നതിന് ആലപ്പാട്ടും അതുപോലുള്ള തീരദേശ മേഖലയിലും അനുമതി സ്വകാര്യ മേഖലയ്ക്ക് നൽകരുത് എന്നുള്ളതാണ് 2018 സംസ്ഥാന സർക്കാരിന്റെ വ്യവസായ നയം. അതിനെ തുടർന്ന് 2019 സംസ്ഥാന സർക്കാരിന്റെ വ്യവസായ വകുപ്പ് ഏപ്രിൽ 12 തീയതി CMRൽ നൽകിയിട്ടുള്ള കരാറുകൾ മരവിപ്പിച്ചുകൊണ്ട് റദ്ദ് ചെയ്തുകൊണ്ട് ഉത്തരവിറക്കും. ആ ഉത്തരവിന്റെ വ്യക്തതയ്ക്ക് വേണ്ടി മാത്രമാണ് 2023 ഡിസംബർ മാസം 18 തീയതി 2023 ഡിസംബർ മാസം 18 തീയതി അങ്ങ് പറയുന്ന, അല്ലെങ്കിൽ അങ്ങും മറ്റു മാധ്യമ പ്രവർത്തകരും പുറത്തു കൊണ്ടുവന്നു എന്ന് പറയുന്ന ആ ഉത്തരവ് പ്രാബല്യത്തിൽ വരുന്നത്. അതിൽ വ്യക്തത വരുത്തിക്കൊണ്ട് സ്വാഭാവിക നടപടിക്രമമായി മാത്രമാണ് അതിനെ കാണേണ്ടത്. 2019 ഏപ്രിൽ 12 തീയതി പ്രാബല്യത്തിൽ വന്ന ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അപ്പോൾ ഇവിടെ ചില ഊഹാപോഹങ്ങളും കെട്ടുകഥകളും കൊണ്ട് സംസ്ഥാന സർക്കാരിനെയും അതുപോലെ സംസ്ഥാന സർക്കാരിനെ നയിക്കുന്ന CPIM-നെയും CPM-ന്റെ താങ്കൾ പറഞ്ഞതിൽ അല്ലല്ല, ലോജിക്കലായിട്ട് വളരെയധികം തെറ്റുകളുണ്ട് കേട്ടോ. ഈ ഉത്തരവ് റദ്ദായത് 2023 ഡിസംബർ 18 എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുമാത്രമല്ല, 2018 സംസ്ഥാനത്തിന്റെ വ്യവസായ നയത്തിന്റെ ഇംഗ്ലീഷ് വെർഷനിലും മലയാളം വെർഷനിലും വ്യത്യസ്ത വാചകങ്ങൾ ഇടം പിടിച്ചു. ഇംഗ്ലീഷ് വെർഷനിൽ ഇല്ലാതിരുന്ന സുപ്രീം കോടതിയുടെ വിധിക്ക് വിധേയമായിട്ട് എന്ന രീതിയിലുള്ള ഭാഗം എന്തിനാണ് അതിന്റെ ആവശ്യം അവിടെ? 2016 സുപ്രീം കോടതി ഏപ്രിൽ 8 വിധി പറഞ്ഞപ്പോൾ അതിൽ 2 കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, CMRന് അനുകൂലമായിരുന്നു കാര്യങ്ങൾ, അവർക്ക് അനുമതി കൊടുക്കാം, കാരണം സ്വകാര്യ മേഖലയ്ക്കും ആകാം. പക്ഷേ സംസ്ഥാന സർക്കാരിന് അതിൽ സേ ഉണ്ട്, കാരണം സംസ്ഥാന സർക്കാരിന് തീരുമാനിക്കാം കൊടുക്കണോ വേണ്ടയോ എന്ന്. അപ്പോൾ 2004 ആ അനുമതി, ഫ്രീസ് ചെയ്യപ്പെട്ടിരുന്ന അനുമതി പൂർണ്ണമായിട്ടും റദ്ദാക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയുമായിരുന്നു. എന്തുകൊണ്ട് പിണറായി വിജയൻ സർക്കാർ അത് ചെയ്തില്ല? അത് കാത്തിരുന്ന് 2019 വരെ എത്തിച്ചു. വ്യവസായ നയം വന്നു, അന്നേരവും ചെയ്തില്ല. 2019 കേന്ദ്ര നിർദ്ദേശം വന്നു, പറ്റില്ല സ്വകാര്യ വ്യക്തികൾക്കും സ്വകാര്യ കമ്പനികൾക്കും. എന്തിനു വെയിറ്റ് ചെയ്തതിന് ഒറ്റ കാരണമേ ഉള്ളൂ, CMRലിനെ ഒരു സംയുക്ത സംരംഭമായിട്ടോ പൊതുമേഖലയ്ക്ക് പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു സംരംഭമായിട്ടോ വരുത്തി തീർക്കാം, അല്ലെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാം എന്നുള്ള ആ ഒരു ചർച്ചകൾ ആ സമയത്ത് പുരോഗമിക്കുകയായിരുന്നു. അല്ലെങ്കിൽ മറുപടി പറയട്ടെ മുഖ്യമന്ത്രി, അതല്ല എന്ന്.
KREML ആണല്ലോ അവരുടെ പ്രൊമോട്ടർ എന്ന് പറയുന്നത്. CMRLന്റെ പ്രൊമോട്ടർ എന്ന വാക്കാണ് ആ ഉത്തരവിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവിൽ തന്നെ അവരാണല്ലോ മൈനിങ് നടത്തുന്നത്. അപ്പോൾ അവിടെ ഒരു പൊതുമേഖലാ കളി അവിടെ നടന്നു. അഡ്വക്കേറ്റ് BN ഹസ്കർ അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പ് കേന്ദ്ര സർക്കാർ അതും പൊളിച്ചു. എന്നിട്ട് 2020 AG നിയമോപദേശം കൊടുത്തിട്ടും എന്തിനു കാത്തിരുന്നു? വീണ്ടും അത് ഫൈനലായിരുന്നുവല്ലോ. രാജീവ് പറഞ്ഞല്ലോ അതോടുകൂടി അവസാനിച്ചെന്ന്. എന്നിട്ട് ഉത്തരവ് വരാൻ എന്തുകൊണ്ട് 3 വർഷങ്ങൾ എടുത്തു? അതിനുള്ള മറുപടി ഇതുവരെ കിട്ടിയിട്ടില്ല. ആ ഒറ്റ ചോദ്യമേ ഉള്ളൂ. അല്ല, 2019 ഏപ്രിൽ 12 വ്യവസായ വകുപ്പ് ഇറക്കിയിട്ടുള്ള ഉത്തരവ് കൂടി അങ്ങ് പരിശോധിക്കും. ആ ഉത്തരവിൽ വളരെ വ്യക്തമായി പറയുന്നു, CMRL നൽകിയിട്ടുള്ള കരാറുകൾ മാത്രമല്ല, സംസ്ഥാനത്തെ സ്വകാര്യ വ്യവസായ ഖനനാനുമതി നൽകിയിട്ടുള്ള എല്ലാ ഉത്തരവുകളും ഒരേ സമയം അറ്റോമിക് എലമെന്റ്സുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഖനനാനുമതികളും റദ്ദ് ചെയ്തുകൊണ്ടാണ് ആ ഉത്തരവ്. അതിനുശേഷം 2023 അതിനുശേഷം എന്നുള്ളതാണ് വ്യവസായ വകുപ്പ് തീരുമാനമെടുത്തു. 2019 താങ്കൾ പറഞ്ഞ ഡേറ്റ് ഏപ്രിലാണെന്നാണ് എന്റെ ഓർമ്മ. തീരുമാനമെടുത്ത ശേഷം അല്ലല്ല, എന്താണ്, ഏത് ഡേറ്റ് ആണ്? അത് ഏപ്രിൽ 12. പിന്നെ എന്തിനാണ് അത് വ്യവസായ മന്ത്രി വഴി മുഖ്യമന്ത്രി വിളിച്ചു വരുത്തുകയും അവിടെ ഒരു നോട്ട് രൂപാന്തരപ്പെട്ടു വരികയും ചെയ്തത് AGയുടെ നിയമോപദേശത്തിന് വിടാൻ? അവിടെയാണ് ദുരൂഹത. അല്ലല്ല, മുഖ്യമന്ത്രിക്ക് അത് വിളിച്ചു വരുത്തേണ്ട, കാരണം മുഖ്യമന്ത്രിക്ക് ഫയലുകൾ വിളിച്ചു വരുത്താം. പക്ഷെ വ്യവസായ വകുപ്പ് തീരുമാനമെടുത്ത കാര്യത്തിൽ മുഖ്യമന്ത്രി ഫയൽ വിളിച്ചു വരുത്തുന്നു എന്ന് പറയുമ്പോൾ അതേ സമയത്താണ് CMRലും എക്സാലോജിക്കുമായുള്ള ഇടപാടുകൾ നടന്നുകൊണ്ടിരുന്നത്. അതാണ് പൊതുസമക്ഷം മറുപടി പറയേണ്ടത്. അത്രേ ഉള്ളൂ. പൊതുഭരണ വകുപ്പ് മുഖ്യമന്ത്രിയുടെ കീഴിലാണ്. ആണ്, മുഖ്യമന്ത്രിക്ക് വിളിച്ചു വരുത്താം. പക്ഷെ അല്ലല്ല, അവിടെ മറ്റൊരു കാര്യം കൂടി മറുവശത്ത് സംഭവിക്കുന്നു. അഡ്വക്കേറ്റ് BN ഹസ്കർ, CMRലും എക്സാലോജിക്കുമായുള്ള ഇടപാട് നടക്കുന്നത് ഇതേ കാലഘട്ടത്തിലാണ്. അത് പൊതുജനത്തിന് അറിയില്ലല്ലോ. അവരത് അറിഞ്ഞത് ഇപ്പോഴാണ്. അല്ലാതെ മുഖ്യമന്ത്രി അവിടെ വിളിച്ചു പറഞ്ഞില്ലല്ലോ. മുമ്പ് PT തോമസ് നിയമസഭയിൽ പറഞ്ഞപ്പോൾ എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞത്? കുടുംബത്തോട് കളിക്കരുത് എന്നാണ്. അപ്പോൾ ആ സമയത്ത് ഈ ഇടപാട് നടന്നിരുന്നു. ജനങ്ങൾ അറിയാതെയുള്ള ഇടപാട് കൂടിയാണിത്. ആ സമയത്ത് മുഖ്യമന്ത്രി എന്തിനു വിളിച്ചു വരുത്തി എന്ന ഒറ്റ സംശയമേ ഉള്ളൂ. അതാണ് ഈ പറയുന്ന എക്സാലോജിക് CMRL ഇടപാട്. അന്വേഷിക്കട്ടെ, SFIO അന്വേഷിക്കട്ടെ. ജിൻഡോ,